ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൂപ്പർ ട്രെൻഡിനെ കുറിച്ചായിരുന്നു. കഴിഞ്ഞ 2 ഡേയ്സിൽ സൂപ്പർ ട്രെൻഡ് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി 50യിലെ ഒരു ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലെവലിനെ കുറിച്ചാണ്. കോമൺലി യൂസ് ചെയ്യുന്ന പിവോട്ട് ലെവലുകളായാലും പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ള ലെവലുകളായാലും സ്ട്രോങ് സപ്പോർട്ടായിട്ടും സ്ട്രോങ് റെസിസ്റ്റൻറ്റ് ലെവലായിട്ടും മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് വയ്ക്കാവുന്ന ഒരു കാര്യമാണ് ഡേ ഓപ്പണിംഗ്. ചാർട്ടിൽ എങ്ങനെ ഡേ ഓപ്പണിംഗ് വർക്ക് ആവുന്നുണ്ടെന്നുള്ളത് നമുക്ക് ചാർട്ട് നോക്കി മനസ്സിലാക്കാം. രാവിലെ ഒരു 9:07 പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം ഒരു ഡേ ഓപ്പണിംഗ് സ്റ്റാറ്റസ് അവിടെ കാണുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ഡോട്ട് പോലെ ഡേ ഓപ്പണിംഗ് അവിടെ വിസിബിൾ ആയിരിക്കും. അത് ചിലവരുടെ ചാർട്ടിൽ അത് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാർട്ട് സെറ്റിങ്സിൽ പോയിട്ട് റെഗുലർ മാറ്റിയിട്ട് എക്സ്റ്റെൻഡഡ് വർക്കിംഗ് അവേഴ്സിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വിസിബിൾ ആവും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഡേ ഓപ്പണിംഗ് വരുന്നത്. ആ ഡേ ഓപ്പണിലോട്ട് നമുക്കൊരു ലൈൻ ഡ്രോ ചെയ്യാം. ആ ഡ്രോ ചെയ്ത ലൈൻ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻ്റായിട്ടും നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻ്റായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് മുകളിൽ വന്ന ശേഷം സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുകയും മാർക്കറ്റ് വലിയ രീതിയിൽ മുകളിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 24-ലെ ചാർട്ടായിരുന്നു. അതിൻ്റെ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ നമുക്കൊരു ലൈൻ ഡ്രോ ചെയ്യാം. ഡ്രോ ചെയ്ത് ഒരു തുടക്കം തന്നെ ഒരു റീടെസ്റ്റ് അവിടെ നടക്കുകയും അതിനുശേഷം അത് അപ്സൈഡിലോട്ട് വന്നിട്ട് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുകയും ഒരു ആഫ്റ്റർ ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ അത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു ഫോള് മാർക്കറ്റിലുണ്ടാവുകയും ചെയ്തു. അധികം ആരും ഡിസ്കസ് ചെയ്യാത്ത ഒന്നാണ് ഡേ ഓപ്പണിംഗ്. ഇതിലൂടെ നിങ്ങൾക്ക് നല്ല ഡിസിഷൻ എടുക്കാൻ സാധിക്കട്ടെ. ഇതുപോലുള്ള ട്രേഡിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.